ഡെറിവേറ്റീവ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് വി ആർ ഗിവൺ വിത്ത് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഓർ എഫ് ഓഫ് എക്സ് വൈ എന്നൊരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു ഇസഡ്. ഇതിന്റെ അകത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ് എക്സും വൈയും, ഡിപെൻഡന്റ് വേരിയബിൾസ് ആണ് ഇസഡ്. ഓക്കെ, അപ്പൊ നമ്മള് ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈയും ഒക്കെ നമ്മൾ എടുക്കുന്നു. ദിസ് ഈസ് അവർ ഐഡിയ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ എക്സും വൈയും വേറൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചോളൂ. ഇപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു സം എക്സ് ഓഫ് ടി ആണ്, y is equal to some y of t ആണെന്ന് വെച്ചോളൂ. അതായത് ഇവിടെ z ഡിപ്പെൻഡ്സ് അപ്പോൺ x and y and x and y ഡിപ്പെൻഡ്സ് അപ്പോൺ t. അപ്പൊ z essentially ഡിപ്പെൻഡ്സ് അപ്പോൺ t. സോ നമ്മൾ z എടുക്കുകയാണ്. z ഡിപ്പെൻഡ്സ് അപ്പോൺ what? x as well as y and both of them depends upon t. So x essentially depends upon t. Okay, അങ്ങനെയാവുന്ന കേസിൽ ഇസഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി നമുക്ക് എടുക്കാൻ സാധിക്കും. ഇത് ഇങ്ങനെ ഒന്നിലധികം വേരിയബിള് വേറൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ പറയുന്നു, ഇതാണ് നമ്മൾ ചെയിൻ റൂള് എന്ന് പറയുന്ന റൂളിന്റെ അകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? നമ്മള് z ഡിപ്പെൻഡ്സ് അപ്പോൺ x and y, x and y ഡിപ്പെൻഡ്സ് അപ്പോൺ t. അപ്പൊ എസെൻഷ്യലി z ഡിപ്പെൻഡ്സ് അപ്പോൺ t ഉള്ളൂ. സോ ഇവിടെ നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് dz ബൈ dt, കാരണം z ഇപ്പൊ ഒറ്റ വേരിയബിളിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ പാർഷ്യലി എടുക്കേണ്ട കാര്യമില്ല, ടിയിൽ മാത്രം എടുത്താൽ. സോ ഇവിടെ z നെ വിത്ത് റെസ്പെക്ട് ടു x ൽ ചെയ്യുക ഡോ z ബൈ ഡോ x, അതുപോലെ x നെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ചെയ്യുക സോ dx ബൈ dt. ഇവിടെ ഡോ z ബൈ ഡോ y, ഇവിടെ dy ബൈ dt. എന്നിട്ട് നമ്മൾ ഈ ആരോടെ ഫോമിൽ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, ഇടയ്ക്ക് പ്ലസ്. സോ ദ ആൻസർ ബിക്കംസ്, ആദ്യം z നെ വിത്ത് റെസ്പെക്ട് ടു x ൽ എടുക്കുക ഇൻറ്റു x നെ വിത്ത് റെസ്പെക്ട് ടു t ൽ എടുക്കുക പ്ലസ് z നെ വിത്ത് റെസ്പെക്ട് ടു y ൽ എടുക്കുക ഡോ z ബൈ ഡോ y, അടുത്ത y യെ വിത്ത് റെസ്പെക്ട് ടു t ൽ എടുക്കുക. സോ ദിസ് ഈസ് dz ബൈ dt. ഇതാണ് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ചെയിൻ റൂൾ. മനസ്സിലായോ? സംശയമുണ്ടോ? ഇപ്പൊ നമ്മള് ഇപ്പൊ 2 വേരിയബിളിനെ 3 വേരിയബിൾ ആക്കി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ z is equal to f of x y, x depends upon t and y depends upon t. നിങ്ങളുടെ പുസ്തകത്തിന്റെ അകത്ത് x is equal to phi of t എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. x is equal to phi of t, y is equal to എന്താണ് psi of t നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് x depends upon t, y depends upon t, z depends upon x and y. സോ അതിന്റെ കേസിൽ z ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് ചെയിൻ റൂൾ. ദിസ് ഈസ് ദ ഫസ്റ്റ് ചെയിൻ റൂൾ. ഓക്കെ, ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ചെയിൻ റൂള്. ഓക്കെ, നമുക്ക് എക്സും വൈ ഇസഡും ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ w is equal to f of x y z, അതായത് എക്സും വൈയും ഇസഡും. w depends upon x and y and z, where x is equal to some phi of t. Phi x depends upon t and y depends upon psi of t, z depends upon some gamma of t. അതായത് ഇവിടുത്തെ കേസിൽ w depends upon x, y, z, each of them depends upon t. അങ്ങനെ ആവുന്ന കേസിൽ ചെയിൻ റൂൾ എങ്ങനെ? സോ ദിസ് ആൻസർ ഈസ് ഡോ w ബൈ ഡോ x. ഇവിടെ ഡോ w ബൈ ഡോ y, ഇവിടെ ഡോ w ബൈ ഡോ z, ഇവിടെ dx ബൈ dt, ഇവിടെ dy ബൈ dt, ഇവിടെ dz ബൈ dt. So the answer becomes dw by dt is equal to എന്താണ്? ആദ്യം വിത്ത് റെസ്പെക്ട് ടു x എന്താണ്? ഡോ w ബൈ ഡോ x ഇൻറ്റു dx ബൈ dt പ്ലസ് ഡോ w ബൈ ഡോ y
into dy by dt plus dou w by dou z into dz by dt. Clear ആണോ? അതെ സാർ. സംശയമുണ്ടോ? സാർ ഞാൻ ചോദിച്ചോട്ടെ, നമ്മളപ്പോ എക്സസൈസിൽ ചെയ്ത ഒരു ഫംഗ്ഷൻ്റെ അകത്തെ ഈ ഡി എക്സ് ബൈ ഡി ടി എഴുതിയിട്ടില്ലേ? അപ്പം ഇത് അതിൻ്റെ അകത്ത് എഴുതിയേക്കണ അവിടെ ഡോ വരുന്ന കണ്ടീഷൻ ഉണ്ടോ? ഡോ എക്സ് ബൈ ഡോ എസ് എന്ന് നമ്മളൊരു ചെയ്താൽ മതി. നമ്മള് ഇവിടെ എക്സ് ഒറ്റ വേരിയബിളിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിലാണ് ഡി എക്സ് ബൈ ഫുൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഓക്കെ, എക്സ് ടിയെയും എസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഒന്നിലധികം വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെ? അപ്പൊ അവിടുത്തെ കേസിൽ ഫുൾ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റും. എന്ത് എടുക്കാൻ പറ്റുള്ളൂ? പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എത്ര വേരിയബിളെ ഡിപ്പെൻഡ് ചെയ്തു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഫുൾ ഡെറിവേറ്റീവ് വേണോ പാർഷ്യൽ ഡെറിവേറ്റീവ് വേണോ എന്ന് പറയും. ഓക്കെ, ദിസ് ഈസ് അനദർ ചെയ്യുന്നത്. പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന ചെയ്തു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എക്സസൈസ് ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. W is equal to x square plus y square plus z square. X is equal to e raised to t cos t. Y is equal to e raised to t sin t. Z is equal to e raised to t. Okay ആണോ? അതെ സാർ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, W ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ്, വൈ, z, and x depends upon t, y depends upon t, z depends upon t. So each of them depends upon t. Okay, so നമുക്ക് ഇവിടെ എന്തോ കണ്ടുപിടിക്കണം. But dw by dt എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻ അനുസരിച്ച് എന്താണ്? ഡോ w by ഡോ x into dx by dt plus ഡോ w by ഡോ y into dy by dt plus dou w by dou z into dz by dt. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? അതെ സാർ. ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞാൻ പ്രൊസീഡ് ചെയ്തോട്ടെ? ഓക്കെ, അപ്പൊ ഡോ w by ഡോ x, ഡോ w by ഡോ x എടുക്കുക എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു x എടുക്കുമ്പോൾ y ഉം z ഉം കോൺസ്റ്റന്റ്. സോ x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഈസ് 2x plus y square derivative is 0, z square derivative is 0. So answer is 2x. Okay. അതുപോലെ ഡോ w by ഡോ y വിത്ത് റെസ്പെക്ട് ടു y എടുക്കുമ്പോൾ എന്തൊക്കെ കോൺസ്റ്റന്റ് ആണ്? x ഉം z ഉം കോൺസ്റ്റന്റ് ആണ്. സോ x സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0, y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y, z സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0. സോ ദ ആൻസർ ഈസ് 2. അതുപോലെ തന്നെ അടുത്തത് ഡോ w by ഡോ z വേണം. ഓക്കെ, സോ ഡോ w by ഡോ z ഈസ്, ആദ്യം വിത്ത് റെസ്പെക്ട് ടു z എടുക്കുമ്പോൾ x ഉം y ഉം കോൺസ്റ്റന്റ്. സോ x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0, y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0, z സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2z. സോ ദ ആൻസർ ഈസ് 2z. ഓക്കെ, ഇനി വേണ്ടത് dx by dt. ഇവിടെ വേണം dx by dt വേണം. e raised to t cos t യുടെ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ e raised to t into cos t യുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് sin t plus second function cos t into e raised to t യുടെ ഡെറിവേറ്റീവ് e raised to t. So the answer becomes minus e raised to t sin t plus e raised to t cos t. ഇത്രയും ഭാഗം എഴുതിയതിന്റെ താല്പര്യം സംശയമുണ്ടോ? ഇല്ല സർ. അപ്പൊ അതുപോലെ തന്നെ dy by dt എടുക്കുമ്പോൾ e raised to t sin t യുടെ ഡെറിവേറ്റീവ്, അവിടെയും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ e raised to t into sin t യുടെ ഡെറിവേറ്റീവ് ഈസ് cos t plus sin t into t യുടെ ഡെറിവേറ്റീവ് e raised to t.
So the answer becomes e raised to t cos t plus e raised to t sin t. അതുപോലെ തന്നെ dz by dt is e raised to t യുടെ ഡെറിവേറ്റീവ് is actually e raised to t തന്നെ. ഇത്രയും ക്ലിയർ ആണോ? ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പൊ dw by dt is equal to ആദ്യം dou w by dou x which is actually 2x into എന്താണ് dx by dt. dx by dt is actually minus e raised to t sin t plus e raised to t cos t plus അടുത്തത് dou w by dou y which is actually 2y into എന്താണ് e raised to t cos t plus e raised to t sin t. Okay. Next, dou w by dou z which is 2z into dz by dt is actually e raised to. So this is the answer. ഇനി നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ടത് എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വാല്യൂ ഇവിടെ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സിന്റെയും വൈയുടെ ഇസഡിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ e raised to t into cos t I think. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into e raised to t cos t into minus e raised to t sin t plus e raised to t cos t plus ഇവിടെ 2y എന്ന് വെച്ചാൽ e raised to t sin t ആണ്. e raised to t sin t into e raised to t cos t plus e raised to t sin t plus z എന്ന് വെച്ചാൽ e raised to t ആണ്. 2 e raised to t into e raised to t. So ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into minus into 2 is minus 2 e raised to t into e raised to t e raised to t the whole square. Okay, cos t into sin t is cos t sin t plus അടുത്ത 2 into e raised to t into e raised to t is e raised to t the whole square. Cos t into cos t is cos square. അടുത്തത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into e raised to t into e raised to t is e raised to t the whole square. Sin t into cos t over cos t sin t plus 2 into e raised to t into e raised to t e raised to t the whole square. Sin t into sin t is sin square. Next 2 into e raised to t into e raised to t is 2 e raised to t the whole square. Okay. So ഇവിടെ നമുക്ക് വേഗം ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ 2 minus 2 e raised to t the whole square cos t sin t ഉണ്ട്. ഇവിടെ 2 e raised to t the whole square cos t sin t ഉണ്ട്. So ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ. ഇനി അടുത്തത് ഇവിടെ ഒരു cos സ്ക്വയർ t ഉണ്ട്, ഇവിടെ ഒരു sin സ്ക്വയർ t ഉണ്ട്. ഇത് കൂടെ വരുന്ന ടേംസും കോമൺ ആണ്. ഇത് കോമൺ എടുക്കാം. So the answer becomes 2 e raised to t the whole square into ഇവിടെ cos സ്ക്വയർ t ഉണ്ട്, ഇവിടെ sin സ്ക്വയർ t ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 2 e raised to t the whole square 2 e raised to t the whole square കോമൺ എടുത്ത് അവിടെ 1 ഉണ്ട്. So which is 2 e raised to t the whole square into cos square t plus sin square t is 1. 1 plus 1 is 2. ഇത് 1 കിട്ടും, 1 plus 1. So 4 into e raised to t the whole square is e raised to 2t. 4 e raised to 2. This is the answer. Clear ആണോ? അതെ സർ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. Sir, 4 e raised to 2t എങ്ങനെയാ വന്നേ? a raised to m the whole raised to n എന്താണ്? a raised to m അല്ലേ? e raised to t the whole square e raised to t into 2 e raised to 2t. Okay. Okay sir. ഇതുണ്ടെങ്കിൽ ചോദിക്കും. ആ വീഡിയോയിൽ നമ്മൾ tക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലായിരുന്നു സർ, അത് എന്തായിരുന്നു? അത് നമ്മൾ ഈ കണക്കാണോ ചെയ്തത്? ഇതിനകത്ത് ഇത് തന്നെയാ. അതപ്പോ ചോദിച്ചിട്ടുണ്ടായിരിക്കും t = 0 വാല്യൂ കണ്ടുപിടിക്കാനായിരിക്കും ചോദിച്ചേക്കുന്നത്. അതെ സർ, അതെ. ഓക്കെ, അങ്ങനെ t = 0 വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യണം? t = എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. ഓക്കെ 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 സർ. ഓക്കെ.
ഇനി ഇത് അല്ലാതെ ഞാൻ വേറെ രീതിയും പറഞ്ഞത് വേറെ രീതിയിലും ചെയ്യാം. ഇത് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും വി ക്യാൻ ഡു ഇറ്റ്. നമ്മൾ W is equal to x² plus y² plus z² ആണ്. ഇതിന്റെ എല്ലാത്തിനും വാല്യൂ തന്നിട്ടുണ്ട്. x is equal to e raised to t cos t. സോ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ e raised to t cos t the whole square പ്ലസ് y എന്ന് വെച്ചാൽ e raised to t sin t. സോ y-യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e raised to t sin t the whole square. z എന്ന് വെച്ചാൽ e raised to t. z² എന്ന് വെച്ചാൽ e raised to t the whole square. So the answer becomes e raised to t the whole square into cos square t plus e raised to t the whole square into sin square t plus e raised to t the whole square. So ഇവിടെ e raised to t the whole square common എടുക്കുമ്പോൾ e raised to t the whole square into ഇവിടെ തന്നെ എന്ത് കിട്ടും? cos square t plus sin square t plus 1 എന്ന് കിട്ടും. cos square t plus sin square t is 1. So e raised to t the whole square into 1 plus 1 2 എന്ന് കിട്ടും. So ഇത് 2 e raised to t the whole square. അതിനെ 2 e raised to 2t എന്ന് എടുക്കും. So W ന്റെ ആൻസർ 2 e raised to 2t ആണ്. അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് dw/dt കണ്ടുപിടിക്കാം. ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നിങ്ങളോട് പരീക്ഷയ്ക്ക് നിങ്ങളോട് എന്താണ് dw/dt ആണ് ചോദിക്കുന്നതെങ്കിൽ യു ക്യാൻ ഡു ദിസ് വേ ആസ് വെൽ. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നൽകിയിട്ട് ടിയുടെ ടേംസിലാക്കിയിട്ട് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാതെ ചെയ്യാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് യൂസിങ് ചെയിൻ റൂൾ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആ ചെയിൻ റൂൾ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. അതിന് മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് പ്ലീസ് റിമെമ്പർ അങ്ങനെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇങ്ങനെ ചെയ്യുന്ന കാര്യം ക്ലിയർ ആണോ? ആർക്കെങ്കിലും സംശയമുണ്ട്? ഇത്രയും പറഞ്ഞതിന്റെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഈ എക്സാമിനൊക്കെ എക്സാമിനില്ലേ എക്സാമിനൊക്കെ 4e² എഴുതുന്നതാണോ ബെറ്റർ അതോ 2e² എഴുതുന്നതാണോ ബെറ്റർ? എനിക്ക് മനസ്സിലായില്ലോ ക്വസ്റ്റ്യൻ. അല്ല സാർ ഈ എക്സാമിനൊക്കെ ഇല്ലേ W ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അപ്പം 4e² ആദ്യമേ ഒരു ആൻസർ കിട്ടിയില്ലേ? അത് എഴുതുന്നതാണോ ബെറ്റർ അതോ 2e² എഴുതുന്നതാണോ ബെറ്റർ എന്ന് ഞാൻ ചോദിച്ചത്. നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നേരെ കണ്ടുപിടിച്ചത് 4e² എന്ന് വെച്ചാൽ അത് dw/dt ആൻസർ ആണ്. W-ന്റെ ആൻസർ അല്ല. അത് നമ്മൾ ചെയിൻ റൂൾ വെച്ച് ചെയ്തതാണ്. ഓക്കെ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ചെയിൻ റൂൾ യൂസ് ചെയ്യാതെ തന്നെ എക്സിന്റെയും വൈയുടെ ഇസഡിന്റെയും വാല്യൂ ഉണ്ടല്ലോ. നമ്മൾ W-ന്റെ അകത്ത് എക്സിന്റെയും വൈയുടെ ഇസഡിന്റെയും വാല്യൂ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ. എന്നിട്ട് നമ്മൾ അതിന്റെ ആൻസർ ടിയിൽ മാത്രമാക്കുക. അപ്പൊ എന്ത് കിട്ടി? W is equal to 2e raised to 2t എന്ന് കിട്ടി. ഇനി dw/dt കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പൊ ഇനി dw/dt കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് dw/dt is equal to 2 അവിടെ ഉണ്ട്. ഓക്കെ. e raised to 2t ഡെറിവേറ്റീവ് 2 into e raised to 2t എന്ന് തന്നെ വരും. അല്ലെങ്കിൽ e raised to 2t into 2t ഡെറിവേറ്റീവ് 2 എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെ കിട്ടും? 4e raised to 2t തന്നെ വരും. ഓക്കെ. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ യൂസിങ് ചെയിൻ റൂൾ എന്നാണെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്. ചെയിൻ റൂൾ വെച്ച് തന്നെ ചെയ്യാം. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യണോ? ചെയ്യാം സർ. ഓക്കെ. W is equal to x/z plus y/z, where x is equal to cos square t, y is equal to sin square t,
Z is equal to 1 by t at t is equal to 3. Okay. നമുക്ക് dw by dt ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെയിൻ റൂൾ ആദ്യം എഴുതുക. ഇവിടെ w ഡിപ്പെൻഡ്സ് അപ്പോൺ x, y, z. സോ w ഡിപ്പെൻഡ്സ് അപ്പോൺ x, y, z. X depends upon t, y depends upon t, z depends upon t. So x, y, z, each of them depends upon t. So okay ആണോ? അതെ സർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെയിൻ റൂൾ എഴുതാം. dw by dt is equal to ആദ്യം വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുക. ഡോ w by ഡോ x into dx by dt പ്ലസ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുക. ഡോ w by ഡോ y into dy by dt പ്ലസ് നെക്സ്റ്റ് z ചെയ്യുക. ഡോ w by ഡോ z into dz by dt. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. ഡോ w by ഡോ x. ഡോ w by ഡോ x എന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു x എടുക്കുമ്പോൾ y യും z ഉം കോൺസ്റ്റന്റ് ആണ്. സോ z കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 1 by z is also constant. We can take 1 by z outside. 1 by z into x ന്റെ ഡെറിവേറ്റീവ് is actually 1. Plus with respect to x എടുക്കുമ്പോൾ y യും z ഉം കോൺസ്റ്റന്റ് ആണ്. So y by z is constant. So its derivative is 0. So the answer is 1 by z എന്ന് കിട്ടും. So similarly, dou w by dou y is actually with respect to y എടുക്കുമ്പോൾ x ഉം z ഉം കോൺസ്റ്റന്റ് ആണ്. So x by z കോൺസ്റ്റന്റ് ആണ്. x by z ന്റെ ഡെറിവേറ്റീവ് 0 കിട്ടും. So 1 by z വെളിയിലെടുക്കുന്നു, കോൺസ്റ്റന്റ്. Next y യുടെ ഡെറിവേറ്റീവ് is 1. So the answer is 1 by z. Next is dw by dz. dw by dz. Dou w by dou z എടുക്കുമ്പോൾ x കോൺസ്റ്റന്റ്, y കോൺസ്റ്റന്റ്. സോ x എടുക്കുന്ന വെളിയിൽ 1 by z ന്റെ ഡെറിവേറ്റീവ് -1 by z സ്ക്വയർ. ഇവിടെ അടുത്തത് y വെളിയിലെടുക്കുന്നു, 1 by z ന്റെ ഡെറിവേറ്റീവ് -1 by z സ്ക്വയർ. സോ ദ ആൻസർ ബിക്കംസ് -x by z സ്ക്വയർ -y by z സ്ക്വയർ. ഇത്രയും ഭാഗം സംശയമുണ്ടോ? ഇല്ല സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി x ഉണ്ട്. x is equal to എന്തായിരുന്നു? cos സ്ക്വയർ ടി അല്ലേ? cos സ്ക്വയർ ടി. അങ്ങനെയാണെങ്കിൽ dx by dt. ആദ്യം സ്ക്വയറിന്റെ, ഇവിടെയും ചെയിൻ റൂൾ ആണ്. സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 cos t into cos t ഡെറിവേറ്റീവ് minus sin t. So -2 sin t cos t. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് x is equal to cos സ്ക്വയർ t എന്നുള്ളത് cos t എന്നുള്ളത് u എന്ന് കൊടുക്കും. x is equal to u square. dx by dt is equal to du by u square the derivative du by dt into 2u. du by dt is cos t derivative minus sin t. 2 into u is cos t. So -2 sin t cos t. ഈ ഭാഗം സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് നമ്മൾ അടുത്തത് y യുടെ വാല്യൂ എടുക്കുന്നു. y is actually sin square. So dy by dt is actually 2 sin t square the derivative 2 something into sin t derivative cos. So 2 sin t cos. Okay, z അറിയാം. z is equal to 1 by t. So dz by dt is actually 1 by t derivative -1 by t square. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും.
ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ you can ask. ഇല്ല സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഈസ് ആക്ച്വലി നമ്മൾ എന്താണ് ഡി ഡബ്ല്യു ബൈ ഡി ടി എന്താണ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് ബൈ ഡി ടി. ഓക്കെ, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് ആക്ച്വലി 1 ബൈ ഇസഡ്. ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിച്ചിട്ടുണ്ട്, -2 സൈൻ ടി കോസ് ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ കണ്ടുപിടിച്ചിട്ടുണ്ട് 1 ബൈ ഇസഡ്. ഡി വൈ ബൈ ഡി ടി ഈസ് 2 സൈൻ ടി കോസ് ടി. ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് കണ്ടുപിടിച്ചിട്ടുണ്ട് -x ബൈ ഇസഡ് സ്ക്വയർ -y ബൈ ഇസഡ് സ്ക്വയർ into dz by dt is -1 by t square. Okay, ഇത് രണ്ടും പ്ലസ് മൈനസും ആണ്. 1 by z into -2 sin t cos t, ഇവിടെ 1 by z into 2 sin t cos t. So ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, സോ ദ ആൻസർ ബിക്കംസ്, ഇവിടെ ഒരു മൈനസ് കോമൺ എടുക്കാം, ഇവിടെ മൈനസ് കോമൺ എടുത്താൽ മൈനസും മൈനസും പ്ലസ്. സോ ദ ആൻസർ ബിക്കംസ് 1 by t square into x by z square plus y by z square. So okay ആണോ? Yes sir. Yes sir. Okay. Okay, so this becomes 1 by t square into x എന്താണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, cos square t അല്ലേ. So x cos square t divided by z എന്ന് വെച്ചാൽ 1 by t, so 1 by z square എന്ന് വെച്ചാൽ 1 by t പ്ലസ് y എന്ന് വെച്ചാൽ sin square t ആയിട്ട്, z എന്ന് വെച്ചാൽ 1 by t square. ഓക്കെ, ഓക്കെ, ഈ 1 by t square മേളിൽ പോവും. സോ 1 by t square into ഇത് മേളിൽ പോയിട്ട് t square cos square t plus t square sin square t. t square കോമൺ എടുക്കാം. സോ t square by t square into cos square t plus sin square t എന്ന് വരും. t square by t square is 1. cos square t plus sin square t is 1. So dw by dt is 1. അറ്റ നമുക്ക് t is equal to 1 ന്റെ അകത്താണ് കണ്ടുപിടിക്കേണ്ടത്. ഡെറിവേറ്റീവ് തന്നെ 1 ആണ്. സോ എല്ലാ പോയിന്റിലും ആൻസർ 1. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ now you can ask. ഉണ്ടോ? സംശയമുണ്ടോ? ഇല്ല സർ. ഓക്കെ, ആണെങ്കിൽ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാൻ എക്സസൈസ് തരാം. ഇനി നെക്സ്റ്റ് ക്ലാസ് ഓഫ് ചെയിൻ റൂൾസിലേക്ക് പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ഓഫ് ചെയിൻ റൂൾസ് കുറച്ചുകൂടെ ഇതിപ്പം എക്സും വൈ സെഡും എല്ലാം ഒറ്റ വേരിയബിളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അടുത്ത ക്ലാസ് ഓഫ് ചെയിൻ റൂൾസ് ഒന്നിലധികം വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കേസാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ് ഓഫ് ചെയിൻ റൂൾസ് പറയുന്നു. ഓക്കെ, സോ ഇവിടെ z is equal to first rule f of x y. z x നെ y യെ ഡിപ്പെൻഡ് ചെയ്യുന്നു. and x depends upon phi of rs. y depends upon psi of rs. എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രശ്നം z depends upon x and y.
and x depends upon r, x and y depends upon r, and x and y depends upon s. So essentially z depends upon r as well as s. Clear ആണോ? അതെ സർ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ z ഡിപ്പെൻസ് അപ്പോൺ മോർ ദാൻ വൺ വേരിയബിൾ. അപ്പൊ നമുക്ക് ഡോ z ബൈ ഡോ എസ് ആറും എടുക്കാം, ഡോ z ബൈ ഡോ എസ് എടുക്കാം. കാരണം z രണ്ട് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ ചെയിൻ റൂൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. z ഡിപ്പെൻസ് അപ്പോൺ x, സോ ഡോ z ബൈ ഇവിടെ ഡോ എക്സ്. x ഡിപ്പെൻസ് അപ്പോൺ r, സോ ഇവിടെ ഡോ r ബൈ ഡോ എക്സ് ബൈ ഡോ ആർ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്ന റീസൺ എക്സ് ഒന്നിലധികം വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. സോ ഇവിടെ ഡോ ഇസഡ് ബൈ ഡോ വൈ, ഇവിടെ ഡോ വൈ ബൈ ഡോ ആർ, ഇവിടെ അതുപോലെ ഡോ ഇസഡ് ബൈ ഡോ എക്സ്, ഇവിടെ ഡോ എക്സ് ബൈ ഡോ എസ്, ഇവിടെ ഡോ ഇസഡ് ബൈ ഡോ വൈ, ഇവിടെ ഡോ വൈ ബൈ ഡോ എസ്. യൂഷ്വൽ ചെയിൻ റൂളിന്റെ കൂട്ടാണ്. ആദ്യം ഡോ z by ഡോ എക്സ് into ഡോ എക്സ് by ഡോ ആർ plus ഡോ z by ഡോ വൈ into ഡോ വൈ by ഡോ ആർ. അതുപോലെ തന്നെ ഇവിടെ ഡോ z by ഡോ എക്സ് into ഡോ എക്സ് by ഡോ എസ് plus ഡോ z by ഡോ വൈ into ഡോ വൈ by ഡോ എസ്. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല സർ. ഇതെല്ലാം പാർഷ്യൽ ആണെന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തെന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മോർ ദാൻ വൺ വേരിയബിൾ. ദാറ്റ്സ് ഇറ്റ്. സംശയമുണ്ടെങ്കിൽ ചോദിക്കും. അതിന്റെ അടുത്ത കേസ് പറഞ്ഞോട്ടെ. നെക്സ്റ്റ് കേസ്. ഓക്കെ, ഇവിടെ ഡബ്ല്യു ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ്, വൈ, ഇസഡ്. ഡബ്ല്യു മൂന്ന് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈച്ച് ഓഫ് ദ വേരിയബിൾ എക്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫൈ ഓഫ് ആർ എസ്, or x depends upon r and s, y depends upon r and s, and z depends upon r and s. ഇവിടെ ഗാമയാണ്. അങ്ങനെയാണെങ്കിൽ സോ ഇവിടെ w depends upon x, y, z, each of them depends upon r. ഇവിടെ w depends upon x, y, z, each of them depends upon s. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോ w ബൈ ഡോ ആർ എന്ന് പറയുന്നത് ഡോ w ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ഡോ w ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ പ്ലസ് ഡോ w ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ ആർ. Similarly, dou w by dou s is actually dou w by dou x into dou x by dou s plus dou w by dou y into dou y by dou s plus dou w by dou z into dou z by dou s. മനസ്സിലായി? രണ്ട് വേരിയബിളിന് പകരം മൂന്ന് വേരിയബിൾ ആക്കി എന്നുള്ള ഒറ്റ കേസ് മാത്രമേ ഉള്ളൂ. Each of them depends upon more than one variable. Clear ആണോ ഈ കേസ്? Yes sir. ആർക്കെങ്കിലും സംശയമുണ്ടോ? Anybody has any doubts? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. Yes, sir.
if z is equal to z is equal to 4 e raised to x log y, where x is equal to log r cos theta and y is equal to r sin theta. Find dou z by dou r and dou z by dou theta at r theta is equal to 2 pi by 4. Okay, question video. sir. Okay. So മനസ്സിലാക്കുക ഇവിടെ z depends upon x as well as y. So z depends upon x as well as y, and x depends upon r and theta. Okay, and y also depends upon r and theta. So x depends upon x and y depends upon r. The z depends upon x and y, and each of them depends upon theta as well. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡോ z by ഡോ തീറ്റയും ഡോ z by ഡോ r കണ്ടുപിടിക്കും. So ഡോ z by ഡോ r is equal to ആദ്യം z നെ with respect to x, x നെ with respect to r. So ഡോ z by ഡോ x into ഡോ x by ഡോ r plus z നെ with respect to y, y നെ with respect to r. ഡോ z by ഡോ y into ഡോ y divided by ഡോ r. അതുപോലെ തന്നെ ഡോ z by ഡോ തീറ്റ എന്താണ്? ഡോ z by ഡോ x, z നെ with respect to x, പിന്നെ x നെ with respect to theta, into ഡോ x by ഡോ തീറ്റ, next is ഡോ z by ഡോ y into ഡോ y by ഡോ തീറ്റ. Okay. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇത്രയും പറഞ്ഞതിനകത്ത് ഓക്കെ. അതിന് ബാക്കി നമുക്ക് കണ്ടുപിടിക്കാം. z is equal to 4 e raised to x log y എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇനി നമ്മൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിലും വിത്ത് റെസ്പെക്ട് ടു വൈയിലും പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യും. So z is equal to 4 e raised to x log y. So dou z by dou x. With respect to x എടുക്കുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. So log y കോൺസ്റ്റന്റ് ആണ്. 4 log y കോൺസ്റ്റന്റ് ആണ്. 4 log y ഇവിടെ എടുക്കുന്നു. Next is e raised to x ന്റെ ഡെറിവേറ്റീവ്. e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x തന്നെ. So the answer is 4 e raised to x log y തന്നെ. അതുപോലെ തന്നെ dou z by dou y. With respect to y എടുക്കുമ്പോൾ x കോൺസ്റ്റന്റ് ആണ്. So e raised to x കോൺസ്റ്റന്റ് ആണ്. So 4 e raised to x കോൺസ്റ്റന്റ് ആണ്, വെളിയിൽ എടുക്കുന്നു. ഇനി ഡെറിവേറ്റീവ് ഓഫ് log y. log y യുടെ ഡെറിവേറ്റീവ് is 1 by y. So the answer is 4 e raised to x divided by y. Okay. Okay. Okay, sir. Okay. ഇനി നമുക്ക് വേണ്ടത് ഡോ എക്സ് ബൈ ഡോ ആറും ഡോ വൈ ബൈ ഡോ ആറും ഡോ എക്സ് ബൈ ഡോ തീറ്റയും ഡോ വൈ ബൈ ഡോ തീറ്റ. ഈ 4 സാധനങ്ങളാണ് നമുക്ക് ഇനി വേണ്ടത്. ഓക്കെ, എക്സ് തന്നിട്ടുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് ആർ കോസ് തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്.
So x is equal to log r cos theta. So dou x by dou r. That is log in the derivative. Log in the derivative is 1 by, so 1 by r cos theta into r cos theta derivative with respect to r. With respect to r, theta constant, so cos theta constant, cos theta into r derivative is 1. So the answer is cos theta into 1 is cos theta divided by r cos theta. Cos theta and cancel we get the answer as 1 by r. Okay. Otherwise, dou x by dou theta becomes log in the derivative is 1 by, so 1 by r cos theta into r cos theta derivative with respect to theta. R constant outside cos theta derivative is minus sin theta. So the answer becomes r cancel minus sin theta by cos theta is minus tan theta. So അതുപോലെ നമുക്ക് y ഉണ്ട്. Y is equal to I think r sin theta. So dou y by dou r. With respect to r theta constant, so sin theta constant, sin theta is taken outside, r the derivative is with respect to r 1, so the answer is sin theta. And dou y by dou theta is actually r with respect to theta r constant, r is taken outside, sin theta derivative is actually cos theta. So the answer becomes r cos theta. Okay. സംശയമുണ്ടോ ഇത്രയും ഭാഗത്തിനകത്ത്? ഏതെങ്കിലും സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യണോ? ഏതെങ്കിലും സ്റ്റെപ്പ് പറയണോ? ഏതെങ്കിലും സ്റ്റെപ്പ് റിപ്പീറ്റ്? ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും വേണ്ടി പറയണോ? വേണ്ട സർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പം ഫൈനൽ ആൻസറിലേക്ക് പോവുകയാണ്. നമുക്ക് next is dou z by dou r is equal to dou z by dou x into dou x by dou r plus dou z by dou y into dou y by dou r. Dou z by dou x നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, which is 4 e raised to x log x. Dou x by dou r കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, which is 1 by r. അതുപോലെ തന്നെ dou z by dou y നമ്മൾ log y അല്ലേ, e raised to x log y അല്ലേ? log y sorry. Okay. Dou z by dou y നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. Dou z by dou y is actually 4 e raised to x by y into dou y by dou r നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, which is actually sin theta. So the answer is 4 e raised to x log y divided by r plus 4 e raised to x by y into sin theta. Okay. നമുക്ക് x ന്റെയും y യുടെയും വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുക്കുമ്പോൾ this is actually 4 e raised to x is log r cos theta. So log r cos theta e raised to x into log y is actually r sin theta. Log y is actually log r sin theta all divided by y. So all divided by r
plus 4 e raised to x, 4 into e raised to log r cos theta into sin theta all divided by y. Y നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് r sin theta. ഓക്കെ, ഇവിടെ നമുക്ക് sin theta ക്യാൻസൽ ആക്കി കളയാം. നമുക്ക് ഒരു റിലേഷൻ ഉണ്ട്, e raised to log f of x is always f of x. കാരണം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക് ഫംഗ്ഷനും ഇൻവേഴ്സ് ആണ്. സോ ഇവിടെ യൂസിങ് ദാറ്റ് റിലേഷൻ 4 e raised to log r cos theta 4 into നമുക്ക് r cos theta എഴുതാം. ഓക്കെ, ബാക്കി log r sin theta അവിടെ കിടന്നോട്ടെ. log r sin theta divided by r പ്ലസ് അതുപോലെ തന്നെ ഇവിടെ 4 e raised to log നെ നമുക്ക് f of x എന്ന് r cos theta എന്ന് മാത്രമാക്കി എഴുതാം. സോ 4 r cos theta sin theta by cos theta ക്യാൻസൽ ആക്കി കളഞ്ഞിട്ട് ബാക്കി ഡിവൈഡ് ബൈ r. സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ നിന്ന് നമുക്ക് r ക്യാൻസൽ ചെയ്ത് കളയാം, ഇവിടെ നിന്നും r ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദി ആൻസർ ബിക്കംസ് 4 cos theta into log r sin theta plus 4 cos theta. ആർക്ക് ഇത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഡോ ഇസഡ് ബൈ ഡോ. സാർ ആ ഏതാ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് i raised to log എന്നുള്ളത് എങ്ങനെയാ? r cos e raised to log r cos theta അല്ലേ? അല്ലേ? അതിന്റെ ഓക്കെ, ഇവിടെ e raised to log r cos theta ഇല്ലേ? അതിന്റെ ആൻസർ എന്താണ്? r cos theta ആണ്. ഓക്കെ, കാരണം e raised to log സംതിങ് എന്ന് വെച്ചാൽ ആ സംതിങ് ആണ് ആൻസർ. കാരണം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക് ഫംഗ്ഷനും ഇൻവേഴ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോഗരിതം ഓഫ് e raised to x എന്ന് വെച്ചാൽ എപ്പോഴും x ആണ്, കാരണം ഇത് രണ്ട് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട്. സംശയമുണ്ടെങ്കിൽ ചോദിക്കും. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് r is equal to 2 എന്നുള്ള പോയിന്റ്, theta is equal to pi by 2 എന്നുള്ള പോയിന്റ്, pi by 4. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എക്സസൈസ് ആയിട്ട് തരുന്നു. r is equal to 2 എന്ന് കൊടുക്കുക, theta is pi by 4 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഡോ z by ഡോ r കണ്ടുപിടിച്ചു. Now similarly dou z by dou theta. So dou z by dou theta is actually dou z by dou x into dou x by dou theta plus dou z by dou y into dou y by dou theta. Dou z by dou x നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. I think 4 e raised to x log y into dou x by dou theta നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. I think 1 by r അല്ലേ, minus 1 by r അല്ലേ. ഓക്കെ, dou z by dou y നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 4 e raised to x by y into dou y by dou theta നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. r cos theta. Sir, dou x by dou theta minus tan theta അല്ലേ? minus tan theta. Okay. ബാക്കി e raised to x ന് പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. So this is minus tan theta. അതുപോലെ തന്നെ ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x ന് പകരം
log r cos theta. So 4 e raised to log r cos theta into log y is r sin theta, log of r sin theta into minus tan theta plus 4 into e raised to log r cos theta divided by y is r sin theta into r cos theta. Okay. നമ്മൾ മുമ്പേ യൂസ് ചെയ്ത അതേ റിലേഷൻ വെച്ച് തന്നെ നമുക്ക് e raised to something എന്ന് വെച്ചാൽ സംതിങ് ആണ്. സോ ദിസ് ഈസ് 4 r cos theta എന്ന് വരും into log r sin theta എന്ന് വരും into minus tan theta plus ഇവിടുത്തെ r ക്യാൻസൽ ചെയ്ത് കളയാം. cos theta by sin theta നമുക്ക് cot theta എന്ന് എഴുതാം. So 4 into this is r cos theta into cot theta. This is the answer. And finally r is equal to 2 no, theta is equal to pi by 4 no, substitute. Okay, that's up to you. വളരെ എളുപ്പമാണ്. cot pi by 4 tan pi by 4 എല്ലാം 1 ആണ്. So you can easily substitute. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ can ask. ഞാൻ പറഞ്ഞതിലെങ്കിലും സംശയം ഉണ്ടെങ്കിൽ can ask. അങ്ങനെ തന്നെ എഴുതിയാ പോരെ? ഈ ലോഗിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്താലും മതി. ലോഗ് ഓഫ് ഐ തിങ്ക് റൂട്ട് വരുമല്ലോ, ലോഗ് റൂട്ട് എന്ന് വരും. ഐ തിങ്ക് ലോഗ് റൂട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ലോഗ് 2 എന്നൊക്കെ എഴുതാം. അങ്ങനെ തന്നെ കിടന്നാലും മതി. ഡസന്റ് മാറ്റർ. ഓക്കെ സർ. വേറെ എന്തെങ്കിലും? വേറെ എന്തെങ്കിലും?